ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബ്രസൽഹാംസ് ലൈൻ അൽഗോരിതം എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈൻ ഡ്രോയിങ് അൽഗോരിതം DDA പഠിച്ചിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് ബ്രസൽഹാംസ് ലൈൻ അൽഗോരിതം നോക്കാം. ഇറ്റ്സ് an accurate and efficient raster line generating algorithm and it is developed by Bresenham. Then third point, the scan converter lines using only incremental integer calculation. ഇവിടെ incremental integer calculations മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അവിടെ നമ്മൾ ഡെസിമൽ പോയിൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റൗണ്ടിങ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്പറിന്. സോ റൗണ്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും, നമുക്ക് എക്യുറേറ്റ് ആയിട്ടുള്ളത് കിട്ടുന്നില്ല ഇവിടെ DDAൻ്റെ കേസിൽ. ഓക്കെ, ഇവിടെ ദ വെർട്ടിക്കൽ ആക്സസ് ഷോ സ്കാൻ ലൈൻ പൊസിഷൻ. യെസ്, ഇവിടെ വെർട്ടിക്കൽ ആക്സിസ് സ്കാൻ ലൈൻ പൊസിഷനെയും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിസ് പിക്സൽ കോളത്തിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗർ എന്താണ്? ഇറ്റ്സ് എ സെക്ഷൻ ഓഫ് എ ഡിസ്പ്ലേ സ്ക്രീൻ. ഒരു ഡിസ്പ്ലേ സ്ക്രീനിൻ്റെ സെക്ഷനാണ്. അവിടെ നമ്മൾ പോസിറ്റീവ് സ്ലോപ്പിൽ സ്ട്രേറ്റ് ലൈൻ സെഗ്മെൻറ്റ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സ്ട്രേറ്റ് ലൈൻ സെഗ്മെൻറ്റ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് കോളം 10 അതിൻ്റെ പിക്സൽ പൊസിഷനും അതുപോലെ തന്നെ സ്കാൻ ലൈൻ 11 കോളം 10 ആൻഡ് സ്കാൻ ലൈൻ 11 അതിൻ്റെ പിക്സൽ പൊസിഷനും ഉള്ളത്. യെസ്, അവിടെ ഇതാ സ്റ്റാർട്ടിംഗ് ഫ്രോം ദ പിക്സൽ അറ്റ് കോളം 10 ഓൺ സ്കാൻ ലൈൻ 11. സ്കാൻ ലൈൻ 11 അതിൻ്റെ പിക്സൽ പൊസിഷൻ കോളം 10ലാണ്. അതാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഓക്കെ, ദെൻ ഫിഗർ 2ൻ്റെ അകത്ത് തന്നില്ലേ ഒരു ലൈൻ സെഗ്മെൻറ്റ് ഉണ്ട്. ബട്ട് അതിൻ്റെ എന്താണ് നെഗറ്റീവ് സ്ലോപ്പാണ് ആ ലൈൻ സെഗ്മെൻറ്റ്. ഓക്കെ, ദ സെക്ഷൻ ഓഫ് എ ഡിസ്പ്ലേ സ്ക്രീൻ വേർ എ നെഗറ്റീവ് സ്ലോപ്പ് ലൈൻ സെഗ്മെൻറ്റ് ഈസ് ടു ബി പ്ലോട്ടഡ്. സോ ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, അതായത് വെർട്ടിക്കൽ ആക്സിസ് സ്കാൻ ലൈൻ പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിസ് അതിൻ്റെ പിക്സൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ഇതിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് ഫസ്റ്റ് വണ്ണിൻ്റെ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് 11 മീൻസ് അതിൻ്റെ സ്കാൻ ലൈനാണ്. ദെൻ വെർട്ടിക്കൽ എന്ന് പറയുന്നത് 10th കോളത്തിലാണ് ആ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഉള്ളത് അല്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ. സോ അതായിരിക്കും അതിൻ്റെ പിക്സൽ 10th കോളത്തിലും അതുപോലെ തന്നെ സ്കാൻ ലൈൻ 11th ആണ്. സോ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് 10, 11 ആയിരിക്കും. ഓക്കെ, ദെൻ ഇവിടെയോ സെക്ഷൻ 2 അല്ല ഫിഗർ 2 ആണെങ്കിൽ ദ സെക്ഷൻ ഓഫ് എ ഡിസ്പ്ലേ സ്ക്രീൻ വേർ എ നെഗറ്റീവ് സ്ലോപ്പ് ലൈൻ സെഗ്മെൻറ്റ് ഈസ് ടു ബി പ്ലോട്ട്. ഇവിടെ നെഗറ്റീവ് സ്ലോപ്പ് ലൈൻ സെഗ്മെൻറ്റാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്? സ്റ്റാർട്ടിങ് അറ്റ് പിക്സൽ അറ്റ് കോളം 50. കോളം 50യിൽ അതിൻ്റെ പിക്സലും അതുപോലെ തന്നെ സ്കാൻ ലൈൻ 50ലാണ്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ദ പിക്സൽ അറ്റ് കോളം 50, കോളം 50യിൽ അതിൻ്റെ പിക്സലും ഓൺ സ്കാൻ ലൈൻ 50. സ്കാൻ ലൈൻ 50 ആണ്, പിക്സലും 50, സ്കാൻ ലൈൻ 50. സോ 50 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഇവിടുത്തെ ഫസ്റ്റത്തെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് 10, 11 ആണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഓക്കെ, to illustrate the Bresenham's approach, we first consider the scan conversion process for line with the positive slope less than 1. So ഒരു ബ്രസൽഹാംസ് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാം ഒരു പോസിറ്റീവ് സ്ലോപ്പാണ്. ഒരു പോസിറ്റീവ് സ്ലോപ്പുള്ളൊരു ലൈൻ സെഗ്മെൻറ്റ് വിത്ത് എം. സ്ലോപ്പ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എം ആണ്. നമ്മൾ ഓൾറെഡി DDAയിൽ കണ്ടതല്ലേ, എം ലെസ് ദാൻ 1. അവിടെ എമ്മിൻ്റെത് എം ലെസ് ദാൻ 1 ആണ് വരുന്നത്. ഓക്കെ, ദെൻ pixel position along a line path is determined by sampling at unit x interval. As along the line pathil pixel x-ൻ്റെ x1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് y അതാണ് നമുക്ക് കണ്ടത്. ദെൻ സ്റ്റാർട്ടിങ് ഫ്രം ദ എൻഡ് പോയിൻറ്റ് x0 y0 എൻഡ് പോയിൻറ്റ് starting from the left end point x0 y0 of a given line, we step to each succeed column x. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് x0 y0 എന്നാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഓരോ കോളത്ത് നെക്സ്റ്റ് x0 y0 x1ൻ്റെ നോക്കും, ദെൻ x2. സോ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ചെയ്യുക ചെയ്യുന്നത്. വി സ്റ്റെപ്പ് ടു ഈ സക്സീഡ് കോളം എക്സ് പൊസിഷനിൽ ഓരോ ഇതിലേക്ക് നമ്മൾ 1 ഇൻക്രിമെൻറ്റ് വെച്ചിട്ട് പോവുക ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് പ്ലോട്ട് ദ പിക്സൽ ഹൂസ് സ്കാൻ ലൈൻ y വാല്യൂ ഈസ് ക്ലോസസ്റ്റ് ടു ദ ലൈൻ പാത്ത്. എന്നിട്ട് നമ്മൾ പിക്സൽ പ്ലോട്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ കറസ്പോണ്ടിങ് എക്സും വൈയും കൂടെ കൂടിയാണ് നമുക്ക് പിക്സൽ കിട്ടുന്നത്, ഏത് പിക്സൽ പൊസിഷനാണെന്നുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യും, എക്സ് വാല്യൂ എപ്പോഴും 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. സോ കറസ്പോണ്ടിങ് അതിൻ്റെ വൈയും കൂടെ കണ്ടെത്തിയാൽ നമുക്ക് അതിൻ്റെ പിക്സൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ പിക്സൽ കാണുകയോ ചെയ്യാം, ഏത് പിക്സലാണ് വരുന്നത്. ദെൻ നമുക്കിനി ഫിഗർ 3 ഡെമോൺസ്ട്രേറ്റ് ദ kth സ്റ്റെപ്പ് ഇൻ ദിസ് പ്രോസസ്. ഓക്കെ, നമുക്ക് നോക്കാം. Assume that we have determined
we have determined that the pixel at നമ്മൾ പിക്സൽ ഫസ്റ്റ് പിക്സൽ ഡിറ്റർമൈൻ ചെയ്ത് അതായത് എക്സ് കെ വൈ കെ ആണ് ഈസ് ടു ബി ഡിസ്പ്ലേഡ്. assume we have determined that the pixel at xk yk is to be determined. yes നമുക്ക് പിക്സൽ എക്സ് കെ വൈ കെ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്തു, ഫസ്റ്റ് പിക്സൽ എക്സ് കെ വൈ കെ നമുക്ക് തന്നിട്ടുണ്ട്. we next need to decide which pixel to plot for the column xk plus 1. xk plus 1 ഏത് പിക്സലാണ് പ്ലോട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എക്സ് കെ വൈ കെ എന്നുള്ള പിക്സലാണ്. ഇനി നമ്മൾ കോളം എക്സ് കെ പ്ലസ് 1 കറസ്പോണ്ടിങ് ആയ പിക്സൽ ഏതാണ്? ഒന്നിക്കൽ എക്സ് കെ പ്ലസ് 1 വൈ കെ ആവാം, അല്ലെങ്കിൽ എക്സ് കെ പ്ലസ് 1 വൈ കെ പ്ലസ് 1 ആവാം അല്ലേ. സോ ഏത് പിക്സലാണ് കോളം എക്സ് കെ പ്ലസ് 1 വരുവാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്ക് എന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അതായത് ഏത് പിക്സലാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പോയിൻ്റ് അതായത് നമ്മൾ മാത്തമാറ്റിക്കൽ ലൈന് നമ്മൾ എന്ത് ചെയ്യും, വൈ ആയിട്ട് ഡിറ്റർമൈൻ ചെയ്തു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പിക്സൽ പൊസിഷൻ ആൻഡ് ദ ലൈൻ വൈ കോർഡിനേറ്റ് അറ്റ് സാമ്പിളിംഗ് പൊസിഷൻ എക്സ് കെ പ്ലസ് 1. അത് എക്സ് കെ പ്ലസ് 1 ആണ് നമ്മളെ കോളം. ആ കോളത്തിൽ പിക്സൽ കോളം എക്സ് കെ പ്ലസ് 1 നമുക്ക് കറസ്പോണ്ടിങ് വൈ പിക്സൽ ഏതാണ് വരുവാന്ന് നോക്കുന്നുണ്ട്. സോ നമ്മളെ വൈ എന്നുള്ള ലൈൻ ഉണ്ട് അല്ലേ, വൈ എന്ന് പറഞ്ഞ ലൈൻ കോർഡിനേറ്റ് ഉണ്ട്. ആ ലൈൻ കോർഡിനേറ്റിൻ്റെ അകത്ത് ഏത് പിക്സലാണ് വൈ എന്നുള്ള ലൈൻ കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, വൈ എന്നുള്ള ലൈൻ കോർഡിനേറ്റ് ഇതിപ്പം നമ്മളെ ലൈൻ പോകുന്നത്. സോ നമുക്കറിയാം ഈ ലൈൻ വൈ എന്നുള്ള ലൈൻ കോർഡിനേറ്റ് ഇത് വൈ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ദെൻ എക്സ് കെ പ്ലസ് 1 എന്ന കോളത്തിൽ ആ കോളത്തിൻ്റെ കറസ്പോണ്ടിങ് ആയ പിക്സൽ ഏതാണെന്ന് നോക്കണം. ഒന്നിക്കൽ എന്തായിരിക്കണം, വൈ കെ പ്ലസ് 1 ആയിരിക്കും പിക്സൽ, അല്ലെങ്കിൽ വൈ കെ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ എക്സ് കെ പ്ലസ് 1 എന്ന കോളത്തിൻ്റെ കറസ്പോണ്ടിങ് പിക്സൽ ഏതായിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമ്മളിനി നോക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ വൈ എന്ന പോയിൻറ്റില്ലേ, സോ നമ്മൾ ഈ ലൈൻ സെഗ്മെൻറ്റിൽ വൈ എന്ന പോയിൻറ്റ് ഏത് പിക്സലിനോടാണ് ക്ലോസസ്റ്റ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. വൈ എന്ന പോയിൻറ്റ് ഒന്നിക്കൽ വൈ കെ പ്ലസ് 1 ക്ലോസസ്റ്റ്, അല്ലെങ്കിൽ വൈ കെനോടാണോ ക്ലോസസ്റ്റ് എന്ന് കണ്ടുപിടിക്കണം. സോ ഏതാണോ ക്ലോസസ്റ്റ് അതായിരിക്കും അതിൻ്റെ പിക്സലായിട്ട് വരും. ഓക്കെ, സോ അതാ ഈ ഫിഗർ 4 പറയുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പിക്സൽ പൊസിഷൻസ് ആൻഡ് ദ ലൈൻ വൈ കോർഡിനേറ്റ് സാമ്പിളിംഗ് അറ്റ് എക്സ് കെ പ്ലസ് 1. എക്സ് കെ പ്ലസ് 1 എന്ന കോളത്തിൽ, അതായത് വൈ എന്ന ലൈൻ കോർഡിനേറ്റിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഇതിപ്പം ഡിസ്റ്റൻസ് ഫസ്റ്റ് നമുക്കെന്ത് ചെയ്യാം, വൈ കെ പ്ലസ് 1 വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വൈന്ന് വൈ കെയിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആ ഡിസ്റ്റൻസിൽ ഏതാണോ ലെസ് അതായിരിക്കും എന്ത് അതിൻ്റെ പിക്സൽ പൊസിഷനിൽ വരിക. ഓക്കെ, ഒന്നിക്കൽ വൈ കെ ആയിരിക്കും, അല്ലെങ്കിൽ വൈ കെ പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, സോ എക്സ് കെ പ്ലസ് 1 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വൈ പിക്സൽ ഏതാണെന്ന് നോക്കുന്നത്. ഓക്കെ, ഒന്നിക്കൽ വൈ കെ ആയിരിക്കും, അല്ലെങ്കിൽ വൈ കെ പ്ലസ് 1. സോ അതെങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്യാം, അതായത് നമ്മൾ ഈ ലൈൻ സെഗ്മെൻറ്റ് വൈ എന്ന കോർഡിനേറ്റിനോട് ഏത് പിക്സലാണോ ക്ലോസസ്റ്റ് എന്ന് കണ്ടുപിടിക്കണം. ഒന്നിക്കൽ വൈ കെ പ്ലസ് 1 ആണോ അതോ വൈ കെ ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, the y coordinate on the mathematical line at pixel position xk plus 1. ഇപ്പം എക്സിൻ്റെത് എക്സ് കെ എന്ന് എക്സ് കെ പ്ലസ് 1. എക്സിൻ്റെ കോളം നമുക്കറിയാം, കോളം പിക്സൽ നമുക്കറിയാം എക്സ് കെ പ്ലസ് 1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. സോ വൈ കോർഡിനേറ്റ് കണ്ടുപിടിച്ചിട്ടാകുമ്പം വൈ കോർഡിനേറ്റ് ആണ് ഏത് പിക്സലാണ് ഡിസ്റ്റൻസ്, അതായത് വൈ കെ പ്ലസ് 1 ആണോ ഡിസ്റ്റൻസ് കൂടുതൽ, അല്ലെങ്കിൽ വൈ കെ ആണോ ഡിസ്റ്റൻസ് കൂടുതൽ, നമുക്ക് ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് എന്ത് വേണം, വൈ കണ്ടുപിടിക്കണം അല്ലേ, വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ആ മാത്തമാറ്റിക്കൽ ലൈൻ്റെ വൈ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. സോ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒന്നും അവിടെ എഴുതിയിട്ടില്ല. നമുക്ക് ഓൾറെഡി അറിയാം വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, എം എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, സോ നമ്മൾ വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. സി ഇസ് എ കോൺസ്റ്റൻറ്റ്, സി ആവോ ബി ആവോ കുഴപ്പമില്ല. ഓക്കെ, എം എക്സ് പ്ലസ് സി എന്ന് നമുക്കുള്ള ലൈൻ ഇക്വേഷൻ. സോ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം, വൈ വാല്യൂ നമുക്കിപ്പോൾ കണ്ട് അല്ലേ, വൈ വാല്യൂ കണ്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് വൈ കെ പ്ലസ് 1 എന്ന പിക്സലിലേക്കുള്ള വൈ കെയിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ,
സോ y കണ്ടു, y ഈക്വൽ ടു mx പ്ലസ് 1 mx പ്ലസ് c ആണ്. സോ എക്സ് ഇപ്പം എക്സ് എന്ന എക്സ് കെ പ്ലസ് 1ൽ എക്സിൻ്റെ വാല്യൂ എന്നായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എം എക്സ് പ്ലസ് സിയിൽ ഇവിടെ നമ്മൾ എം എക്സ് കെ പ്ലസ് 1 പ്ലസ് ബി വരും. അപ്പം നമുക്കിവിടെ y കോർഡിനേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചാൽ എം എക്സ് കെ പ്ലസ് 1 പ്ലസ് ബി ഓർ സി, അതെന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സോ എക്സ് കെ പ്ലസ് 1 നമുക്കറിയാം എക്സ് കെ പ്ലസ് 1 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ് എക്സ് 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ നമുക്ക് എക്സ് കെ പ്ലസ് 1ന് എന്ത് ചെയ്താം, y ഈക്വൽ ടു എം എക്സ് കെ പ്ലസ് 1 പ്ലസ് ബി എന്ന് വേണ്ടിയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, സോ നമുക്ക് y എഴുതി വെച്ചു. ഇനി നമുക്കെന്താ വേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു D1 D2 പറഞ്ഞു. D1 വരുന്നത് ഇതാ വൈ കെ പ്ലസ് 1 വൈയിലേക്കുള്ള ഡിസ്റ്റൻസ്, D2 എന്ന് പറയുന്നത് വൈ എന്ന് വൈ കെയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയി കേട്ടോ. ഓക്കെ, സോ D1 എന്ന് പറയുന്നത് എന്താണ്, D1 എന്ന് പറയുന്നത് വൈ എന്ന് വൈ കെയിലേക്കുള്ള ഡിസ്റ്റൻസ് മീൻസ് വൈ മൈനസ് വൈ കെ ആണ് D1 എന്ന് പറയുന്നത്. ഓക്കെ, സോ വൈ മൈനസ് വൈ കെ എന്ന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, സോ നമ്മൾ y ഓൾറെഡി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. വൈൻ്റെ വാല്യൂ എന്നാ y ഈക്വൽ ടു എം എക്സ് കെ പ്ലസ് 1 പ്ലസ് ബി എന്ന് വേണ്ടിയിട്ട് എഴുതി. സോ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ഇവിടെ നമ്മൾ എന്തുണ്ട് y മൈനസ് വൈ കെ എന്നുണ്ട്. സോ വൈൻ്റെ വാല്യൂ ഇത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ y എന്ത് ചെയ്യും, വൈന് പകരം നമ്മൾ എന്ത് കൊടുത്തും എം ഇൻറ്റു എക്സ് കെ പ്ലസ് 1 പ്ലസ് ബി എന്ന് വരും മൈനസ് ഈ വൈ. ഓക്കെ, നമുക്കറിയില്ല y ആണ്. ഓക്കെ, മൈനസ് വൈ കെ എന്ന് വേണ്ടിയിട്ട് വന്നു. അതാണ് D1. ഇനി D2 നമുക്കുണ്ട്. D2 എന്ന് പറയുന്നത് എന്താ, D2 എന്ന് പറയുന്നത് എന്താണ്, D2 എന്ന് പറയുന്നത് വൈ കെ പ്ലസ് 1 വൈയിലേക്കുള്ള ഡിസ്റ്റൻസാണ്. സോ D2 എങ്ങനെ ഡിനോട്ട് ചെയ്യാം, വൈ കെ പ്ലസ് 1 മൈനസ് വൈ എന്നാൽ ഡിനോട്ട് ചെയ്യാം. സോ വൈ കെ പ്ലസ് 1 നമ്മൾ എന്ത് ചെയ്തു, ഒരു ബ്രാക്കറ്റ് ഇട്ടു. ഓക്കെ, മൈനസ് വൈൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ വൈന് ഇത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വൈന് ഇത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വൈ കെ പ്ലസ് 1 മൈനസ് വൈൻ്റെ എന്താണ് എം ഇൻറ്റു എക്സ് കെ പ്ലസ് 1 മൈനസ് ബി എന്ന് വേണ്ടിയിട്ട് വരും. ഓക്കെ, സോ D1 D2 നമ്മൾ കണ്ടു. ഓക്കെ, സോ ഇനി നമ്മൾ D1 മൈനസ് D2 കാണണം. ഓക്കെ, D1 മൈനസ് D2 കാണും. സോ D1 മൈനസ് D2 കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. D1ൻ്റെ വാല്യൂ എന്നാ എം ഇൻറ്റു എം കെ എക്സ് കെ പ്ലസ് 1 പ്ലസ് ബി മൈനസ് വൈ കെ എന്നുള്ള ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, D1 മൈനസ് D2 നമ്മൾ ആഡ് ചെയ്യുക. D1 D2 എന്താണ് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ട്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് ബ്രാക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യും, എം ഇൻറ്റു എക്സ് കെ പ്ലസ് 1 പ്ലസ് ബി മൈനസ് വൈ കെ. ഈ മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്താവും, മൈനസ് വൈ കെ മൈനസ് 1 പ്ലസ് മൈനസും പ്ലസ് ആവും പ്ലസ് എം ഇൻറ്റു എക്സ് കെ പ്ലസ് 1 മൈനസ് ബി വരും. ഓക്കെ, മൈനസും അഗൈൻ പ്ലസ് ആവും. സോ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഈ മൈനസ് എല്ലായിടയ്ക്കും കൊടുത്തിട്ട് മൈനസ് എന്ത് ചെയ്യുക, മൈനസ് വൈ കെ വരും. ദെൻ മൈനസും പ്ലസും വരുമ്പോൾ എന്ത് വരും, അഗൈൻ മൈനസ് 1 വരും. ദെൻ മൈനസും പ്ലസ് എം കെ പ്ലസ് 1 വരും. മൈനസും പ്ലസ് ബി എന്ന് വരും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാം, അതായത് എം ഇൻറ്റു എക്സ് കെ പ്ലസ് 1 എം ഇൻറ്റു എക്സ് കെ പ്ലസ് 1 ഉണ്ട് അല്ലേ, രണ്ടെണ്ണം. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ എം ഇൻറ്റു എക്സ് കെ പ്ലസ് 1 പ്ലസ് എം ഇൻറ്റു എക്സ് കെ പ്ലസ് 1 എന്താവും, 2 എം ഇൻറ്റു എക്സ് കെ പ്ലസ് 1 ആവും. ഓക്കെ, ദെൻ ബി എന്നുണ്ട്, പ്ലസ് ബിയും ഉണ്ട്. പ്ലസ് ബി എന്താവും, പ്ലസ് 2b ആവും. ദെൻ മൈനസ് വൈ കെ മൈനസ് 2yk ആവും. ഓക്കെ, ദെൻ പെൻറ്റിങ്ങൾ -1. ഓക്കെ, സോ -1 വരും. സോ ഇതായിരിക്കും നമുക്ക് D1 മൈനസ് D2 ചെയ്താൽ കിട്ടുക. We can use this difference to make a simple decision about which pixel is closer to the mathematical line. എന്നാൽ നമ്മൾ ഈ ഡിഫറൻസ് യൂസ് ചെയ്യുന്നത്, ഈ ഡിഫറൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരച്ച മാത്തമെറ്റിക്കൽ ലൈൻ ഉണ്ടല്ലേ, സോ ആ വൈനോട് ഏത് പിക്സലാണ് ക്ലോസർ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എം വിത്ത്, നമുക്കിവിടെ എമ്മിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ വൈ ഡെൽറ്റ എക്സ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേർഡ് ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ വൈ ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻഡ് പോയിൻറ്റ്. നമുക്കറിയാം ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എൻഡ് പോയിൻറ്റ്, ഇപ്പം x1 x2 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും x1 y1 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും x2 y2 എന്ന് പറഞ്ഞാൽ എൻഡ് പോയിൻറ്റും ആണെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ആയിരിക്കും x2 മൈനസ് x1 ആയിരിക്കും. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് y2 മൈനസ് y1 ആയിരിക്കും.
അതായത് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോയിൻറ്റ് തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും വരുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തിലെ എമ്മിനെ നമ്മൾ ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്കറിയാം എം കാണാനുള്ള ഫോർമുല എക്സ് ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് വരുന്നത്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇനി നമ്മൾ എന്ത് ചെയ്തു, രണ്ട് സൈഡിലും ഡെൽറ്റ എക്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇൻറ്റു ചെയ്തു. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും ഡെൽറ്റ എക്സിനെ കൊണ്ട് ഇൻറ്റു ചെയ്തു. സോ ലെഫ്റ്റ് ഹാൻഡ് എന്ത് വരും, ഡെൽറ്റ എക്സ് ഇൻറ്റു d1 മൈനസ് d2 വരും ഈക്വൽ ടു ഇവിടെ നിന്ന് എന്ത് ചെയ്യും, സോ റൈറ്റ് ഹാൻഡിലാകുമ്പം ഡെൽറ്റ എക്സ് ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ ഡെൽറ്റ എക്സ് വരുമ്പം ഡെൽറ്റ എക്സ് പോവും. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, സോ രണ്ട് സൈഡും ഡെൽറ്റ എക്സും പോയാൽ നമുക്ക് 2 ഡെൽറ്റ വൈ എക്സ് കെ ആയിരിക്കും വരിക അല്ലേ. രണ്ട് സൈഡിലും ഡെൽറ്റ എക്സിനെ കൊണ്ട് ഇൻറ്റ് ചെയ്തു. സോ ഇവിടെയും ഡെൽറ്റ എക്സിനെ കൊണ്ട് ഇൻറ്റ് ചെയ്തു. ദെൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡെൽറ്റ എക്സിനെ കൊണ്ട് ഇൻറ്റ് ചെയ്തു. ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഉള്ളിലേക്ക് കയറിയിട്ട്. സോ ഫസ്റ്റത്തെ ഇത് അതായത് 2 ഡെൽറ്റ വൈ എക്സ് കെ പ്ലസ് 1ൻ്റെ അതിന് ഡെൽറ്റ എക്സ് ഡിവൈഡ് ചെയ്തിട്ട് ക്യാൻസൽ ആയിട്ട് പോകും അല്ലേ. സോ ഇതിനെ നമ്മൾ ഇതിനോട് ഇതാക്കിയാൽ നമ്മൾ ഈ എക്സും ക്യാൻസൽ ആയിട്ട് പോകും. ദെൻ ഈ എക്സ് എവിടത്തേക്ക് വരും, 2 ഡെൽറ്റ എക്സ് വൈക്ക് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, 2 ഡെൽറ്റ എക്സ് വൈക്ക് എന്ന് പറഞ്ഞിട്ട് വരും. ദെൻ അഗെയിൻ മറ്റേ ഇവിടെ വന്നാൽ 2 ഓക്കെ, ഈ ഡെൽറ്റ എക്സിനെ നമ്മൾ എന്ത് ചെയ്യും, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ഫസ്റ്റത്തെ ഡെൽറ്റ എക്സും ക്യാൻസൽ ആവും. പിന്നെ എന്തുണ്ട്, ഓക്കെ 2 ഡെൽറ്റ വൈ വരും അല്ലേ. ദെൻ ഈ 2 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ വൈൻ്റെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിൻ്റെ അകത്ത് ഡെൽറ്റ എക്സും ക്യാൻസൽ ആയാൽ നമുക്ക് എന്തായിരിക്കും ഫസ്റ്റത്തെ ഇത് കിട്ടുക, 2 ഡെൽറ്റ വൈ ഇൻറ്റു എക്സ് കെ പ്ലസ് 1 സോ ഫസ്റ്റ് 2 ഡെൽറ്റ വൈ ഇൻറ്റു എക്സ് കെ പ്ലസ് 1 എഗെയിൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് കിട്ടും, 2 ഡെൽറ്റ വൈ ഇൻറ്റു എക്സ് കെ മൈനസ് എന്ത് വരും, 2 ഡെൽറ്റ പ്ലസ് 2 ഡെൽറ്റ വൈ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അതായത് ഇതും ഫസ്റ്റ് കേസിൽ ക്യാൻസൽ ആയി. ദെൻ 2 ഡെൽറ്റ വൈ ഇൻറ്റു എക്സ് കെ വരും ഫസ്റ്റത്ത്, അത് ഇത്. ഓക്കെ, ഇനി എന്ത് വരും, ഈ 2 ഡെൽറ്റ വൈനെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് വരും, 2 ഡെൽറ്റ വൈ വരും. അതാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ ഇതാക്കി. ഇനി സെക്കൻഡ് ഇതെന്ത് വരും, 2 ഡെൽറ്റ എക്സ് വൈക്ക് വരും. അതാ മൈനസ് 2 ഡെൽറ്റ എക്സ് വൈക്ക് വന്നു. ഇനി നെക്സ്റ്റ് ഡെൽറ്റ എക്സ് 2ബിനോട് ആക്കിയാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഇതിന് 2b മൈനസ് 1 നമ്മൾ എന്ത് ചെയ്യും, ഒരു സെറ്റായിട്ട് എടുക്കും. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു 2b മൈനസ് 1 എന്നായിട്ട് കൊടുത്തു. ഓക്കെ, സോ നമുക്കറിയാം 2 ഡെൽറ്റ എക്സും പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു 2b മൈനസ് 1 ഡെൽറ്റ എക്സും ഡെൽറ്റ വൈൻ്റെ വാല്യൂ നമുക്ക് കാണാൻ അറിയാം അല്ലേ. അതായത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും തമ്മിൽ ഡിഫറൻസ് ആണ് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും കാണാൻ. സോ നമുക്കത് ഡെൽറ്റ എക്സും നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഡെൽറ്റ വൈയും അത് രണ്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ബിയും കോൺസ്റ്റൻ്റാണ്, 1ഉം കോൺസ്റ്റൻ്റാണ്. സോ നമുക്ക് ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു സെക്ഷനെ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. സോ നമുക്കത് ഈ ഒരു സെക്ഷൻ നമ്മൾ സി എന്നാണ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. സോ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും, 2 ഡെൽറ്റ വൈ എക്സ് കെ മൈനസ് 2 ഡെൽറ്റ എക്സ് വൈ കെ പ്ലസ് സി ആയിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ. അതായത് d1 മൈനസ് d2 ചെയ്താൽ കിട്ടുന്ന ഇക്വേഷൻ. സോ ഇനി ഡിസിഷൻ പാരാമീറ്റർ പി കെ ഫോർ ദ കേത്ത് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഈ ഡിസിഷൻ പാരാമീറ്റർ കാണും അല്ലേ. എക്സ് കെയിൽ ഡിസിഷൻ പാരാമീറ്റർ കാണും, എക്സ് കെ പ്ലസ് 1ൽ ഡിസിഷൻ പാരാമീറ്റർ കാണും. അത് ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഈ രണ്ടിന് ഡിഫറൻസ് ആണ്. അത് വൈ എന്ന സെഗ്മെൻറ്റിൽ നിന്ന് ഏതാണ് ഡിസ്റ്റൻസ് കൂടുതലെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ആ ഡിസിഷൻ പാരാമീറ്റർ കണ്ടാലേ നമുക്ക് കറസ്പോണ്ടിങ് വൈൻ്റെ നമ്മൾക്ക് എസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ഓക്കെ, വൈ കെ പ്ലസ് 1 ആണോ അല്ല വൈ കെ ആണോ അങ്ങനെ നമുക്ക് ഷുവർ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ഓക്കെ, സോ എ ഡിസിഷൻ പാരാമീറ്റർ പി കെ ഫോർ ദ kth step doing a line is given by, so pk ഡിസിഷൻ പാരാമീറ്റർ പി കെ എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ എക്സ് ഇൻറ്റു d1 മൈനസ് d2 ആണ്. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു d1 മൈനസ് d2 എന്നാണ് നമ്മൾ ഓൾറെഡി ചെയ്തു. അതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ ചെയ്തതാണ് അല്ലേ. സോ നമ്മൾ ഡിഫറൻസ് കണ്ടു, എന്നിട്ട് നമ്മൾ എന്നോട് ഡെൽറ്റ എക്സിനെ കൊണ്ട് ഇൻറ്റ് ചെയ്തു, കഴിഞ്ഞ സ്ലൈഡിൽ നമുക്ക് കണ്ടു. ഓക്കെ,
സോ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടീനി ഡെൽറ്റ എക്സ് ഇൻറ്റു d1 മൈനസ് d2ൻ്റെ വാല്യൂ എന്താണ് 2 ഡെൽറ്റ വൈ എക്സ് കെ മൈനസ് 2 ഡെൽറ്റ എക്സ് വൈ കെ പ്ലസ് സി ആണ്. അത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കുക. ഇഫ് ദ പിക്സൽ അറ്റ് വൈ കെ ഇസ് ക്ലോസർ pixel at yk is closer to the line path than the pixel at yk plus 1. ഓക്കെ, നമ്മൾ ഈ പറയുന്ന എസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിപ്പം ഇതാ ഈ ഒരു ലൈനാണെങ്കിൽ ഓക്കെ, ആ ലൈൻ്റെ അന്ന് ഈ വൈ എന്ന ലൈൻ്റെ എടുക്കുന്നത് മീൻസ് വൈ എന്ന ലൈൻ സെഗ്മെൻറ്റിനോട് ക്ലോസർ വൈ കെ എന്ന് പറയുന്ന പിക്സലാണോ അല്ലെങ്കിൽ എക്സ് കെ പറയുന്ന പിക്സലാണോ നമ്മൾ ഡിഫറൻസ് ആയിട്ട് മനസ്സിലാക്കും. ഇൻ കേസ് വൈ കെ ആണ് ക്ലോസർ എങ്കിൽ വൈ കെ പ്ലസ് വണ്ണെക്കാട്ടിയും ക്ലോസർ വൈ കെ ആണെങ്കിൽ ദാറ്റ് ഈസ് d1 എന്ന് പറയുന്നത് d2നെക്കാട്ടി ലെസ് ആണെന്നാണ്. സോ ഡിസിഷൻ പാരാമീറ്റർ എന്നായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. സോ ഡിസിഷൻ പാരാമീറ്റർ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് എൻഷുർ ചെയ്യാം, വൈ കെ ആണ് ക്ലോസർ. ഓക്കെ, അല്ലെങ്കിൽ ഡിസിഷൻ പാരാമീറ്റർ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് എൻഷുർ ചെയ്യാം, വൈ കെ പ്ലസ് 1 വൈ ഒന്ന് വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. ഡിസിഷൻ പാരാമീറ്റർ നെഗറ്റീവ് ആണെങ്കിൽ വൈ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ട. ഓക്കെ, സോ in this case we plot a lower pixel, otherwise we plot s. ഈ ഒരു കേസിൽ നമ്മൾ ലോവർ പിക്സൽ പ്ലോട്ട് ചെയ്യും അല്ലെങ്കിൽ അപ്പർ പിക്സൽ പ്ലോട്ട് ചെയ്യും. ഓക്കെ, ഒന്നിക്കൽ വൈ കെ ആയിരിക്കും അല്ലെങ്കിൽ വൈ കെ പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, എല്ലാ കേസിലും. സോ എല്ലാ കേസിലും നമ്മൾ ഇതുപോലെ ഡിസിഷൻ പാരാമീറ്റർ കാണും. സോ ഡിസിഷൻ പാരാമീറ്റർ നെഗറ്റീവ് ആണെങ്കിൽ അതായിരിക്കും വൈ കെ ആയിരിക്കും, ദാറ്റ് ഈസ് ലോവർ പിക്സൽ ആയിരിക്കും. ഡിസിഷൻ പാരാമീറ്റർ പോസിറ്റീവ് ആണെങ്കിൽ അപ്പർ പിക്സൽ ആയിരിക്കും, ദാറ്റ് ഈസ് വൈ കെ പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, then in that case we plot a coordinate changes along the line occur in unit steps either the x or y direction. Okay, therefore we obtain a values of successive decision parameter using incremental integer calculations. Yes, so നമ്മൾ ഓരോ ഇതിലും നമ്മൾ എന്ത് ഒരു ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കണം. സോ ഡിസിഷൻ പാരാമീറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പിക്സൽ ഡിസൈഡ് ചെയ്യുന്നത് ഏത് പിക്സലായിരിക്കും എന്നുള്ളത്. ദെൻ എച്ച് സ്റ്റെപ്പ് കെ പ്ലസ് 1 ഇത് പി കെ ആണ്. സോ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിസിഷൻ പാരാമീറ്റർ ഒന്നായിരിക്കും. സോ കെ പ്ലസ് 1 ഡിസിഷൻ പാരാമീറ്റർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ പി കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു പി കെ പ്ലസ് 1 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ അതിൻ്റെത് എക്സ് കെൻ്റെത് എക്സ് കെ പ്ലസ് 1 എന്നിട്ട് എഴുതിയാൽ മതി. സോ പി കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 ഡെൽറ്റ വൈ എക്സ് കെ പ്ലസ് 1 മൈനസ് 2 ഡെൽറ്റ എക്സ് വൈ കെ പ്ലസ് 1 വൈ കെ ഉള്ളെടുക്കുക വൈ കെ പ്ലസ് 1 എടുക്കാം. കെ ഉള്ളെടുക്കുക കെ പ്ലസ് 1 ചെയ്താൽ മതി കേട്ടോ. സോ ഇവിടെ നമുക്ക് എന്നുള്ളത് 2 ഡെൽറ്റ വൈ എക്സ് കെ. സോ ഇവിടെ പി കെ പ്ലസ് 1 ആകുമ്പോൾ എന്ത് വരും, 2 ഡെൽറ്റ വൈ എക്സ് കെ പ്ലസ് 1 വരും. മൈനസ് ഇവിടെ നിന്നുള്ള 2 ഡെൽറ്റ എക്സ് വൈ കെ വരും. സോ പി കെ പ്ലസ് 1 ആകുമ്പോൾ ഇവിടെ എന്ത് വരും, 2 ഡെൽറ്റ എക്സ് വൈ കെ പ്ലസ് 1 വരും പ്ലസ് സി. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, പി കെ പ്ലസ് 1ൻ്റെ അത് പി കെന സബ്സ്ട്രാക്ട് ചെയ്യാം. സോ സബ്സ്ട്രാക്ട് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യാം, അതായത് സോ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം വൈ 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക. സോ വൈ കെ പ്ലസ് 1ൻ്റെയും വൈൻ്റെയും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യും, ഇത് 1 ആയിരിക്കും വാല്യൂ കിട്ടുക. സോ നമുക്ക് എന്ത് കിട്ടി, 2y കിട്ടി. ഓക്കെ, ദെൻ നമുക്ക് വൈ കെ പ്ലസ് 1ഉം വൈ കെൻ്റെയും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, അതെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യും, ഈ ഡിസിഷൻ പാരാമീറ്റർ ഡിപ്പെൻഡ് ചെയ്യും. സോ നമുക്ക് മൈനസ് 2x വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ വരും. സോ പി കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ മൈനസ് പി കെനെ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. എന്താവും, മൈനസ് പി കെ പ്ലസ് പി കെ പ്ലസ് 2 ഡെൽറ്റ വൈ എന്തുകൊണ്ട് വരുന്നത്, എക്സ് എല്ലാ കേസിലും 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. സോ എക്സ് എന്ത് ചെയ്യുക, ഡിഫറൻസ് 1 ആയിരിക്കും. സോ 2 ഡെൽറ്റ വൈ മൈനസ് 2 ഡെൽറ്റ എക്സ് വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ വരും. ഓക്കെ, സോ ഇതാണ് കെ പ്ലസ് 1 സ്റ്റെപ്പിൽ ഡിസിഷൻ പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷന് നമുക്ക് എന്തായിട്ട് കൊടുക്കാം, സെക്കൻഡ് ഇക്വേഷനായിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് എന്താണ്, ദ ഫസ്റ്റ് പാരാമീറ്റർ പി നോട്ട് ഈസ് ഇവാലുവേറ്റഡ് ഫ്രം ഇക്വേഷൻ 1. ഓക്കെ, ഇക്വേഷൻ 1ൻ്റെ അതിന് നമുക്ക് പി നോട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് പാരാമീറ്റർ സ്റ്റാർട്ടിംഗ് പിക്സൽ നമ്മൾ എന്താക്കി, എക്സ് നോട്ട് വൈ നോട്ട് എന്നാക്കി. ദെൻ വിത്ത് എം എന്തായിട്ട് ഡെൽറ്റ വൈ ഡെൽറ്റ എക്സ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി, പി കെ എന്ന് പറയുന്നത് നമുക്കറിയാം പി കെ 2 ഡെൽറ്റ വൈ എക്സ് കെ 2 ഡെൽറ്റ വൈ എക്സ് കെ മൈനസ് 2 ഡെൽറ്റ എക്സ് വൈ കെ പ്ലസ് സി ആണ് പി കെൻ്റെ. സോ പി കെൻ്റെ അത് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ് കെ എന്നുള്ളടക്കം നമുക്ക് എന്തായിട്ട് നോക്കാം,
എക്സ് കെ എന്നുള്ളതെടുക്കാം, നമുക്ക് എക്സ് നോട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. സി എന്താണ്, ടു ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു 2b - 1 എന്ന് പറയുന്നതിനെ നമ്മൾ സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്ത്. സോ അത് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ അത് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2 ഡെൽറ്റ വൈ എക്സ് കെ മൈനസ് 2 ഡെൽറ്റ എക്സ് വൈ കെ പ്ലസ് 2 ഡെൽറ്റ വൈ. സോ സി നമ്മൾ സീൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട്, ആ എക്സ്റ്റൻഷനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്തത്. സോ ആ എക്സ്റ്റൻഷൻ അതുപോലെ തന്നെ കൊടുക്കാം, 2 ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു 2b - 1 എന്നായിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എക്സ് കെ എന്നുള്ളതെടുക്കാം, എക്സ് നോട്ടും വൈ കെ എന്നുള്ളതെടുക്കാം, വൈ നോട്ടും കൊടുക്കാം. സോ 2 ഡെൽറ്റ വൈ എക്സ് നോട്ട് മൈനസ് 2 ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് എന്താണ് 2 ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു 2b - 1. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സോ ഇനി നമ്മൾ എന്ത് ചെയ്യും, എക്സ് നോട്ടും വൈ നോട്ടും നമ്മൾ എന്ത് ചെയ്യും, ഒറിജിനായിട്ട് എടുക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, 2 ഡെൽറ്റ വൈ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 0 ആവും. അതുപോലെ തന്നെ 2 ഡെൽറ്റ എക്സ് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ 0, കാരണം എക്സ് നോട്ട് വൈ നോട്ട് 0 ആയിട്ട് വരുന്നത്. സോ നമുക്ക് പെൻഡിങ് വരുന്നത് എന്തെല്ലാം, 2 ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു 2b - 1 ആണ് അല്ലേ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി ഉള്ളൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, ലൈൻ്റെ ഇക്വേഷൻ y = mx + b എന്ന് പറഞ്ഞത്. സോ അതിൻ്റെ അകത്ത് വൈൻ്റെ വാല്യൂ വൈ എന്ന് പറഞ്ഞാൽ വൈ നോട്ടാവും, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ടാവും. സോ വൈ നോട്ട് = mx നോട്ട് + b എന്നാണ് വരിക. സോ നമുക്ക് എന്ത് ചെയ്യാം, ബി ആകുമ്പം നമ്മൾ എന്ത് ചെയ്യും, ബീനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെടുക്കും, അതായത് ബീനെ ഇവിടെ തന്നെ വെച്ച് ബീനെ റൈറ്റ് സൈഡിൽ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. സോ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, വൈ നോട്ട് മൈനസ് എം എക്സ് നോട്ട് ആയിരിക്കും കിട്ടുക. സോ വൈ നോട്ട് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ വൈ നോട്ട് എന്ന് പറഞ്ഞാൽ 0 ആയിട്ട്, അതായത് ഒറിജിനൽ എക്സ് നോട്ട് വൈ നോട്ട് നമ്മൾ 0 ആയിട്ട് എടുക്കുന്നത്. സോ വൈ നോട്ട് 0 മൈനസ് എം എക്സ് നോട്ട് ആയിരുന്നു. എക്സ് നോട്ട് 0 ആയാലും എന്തായിരിക്കും, ബീൻ്റെ വാല്യൂ നമുക്ക് 0 ആയിട്ട് കിട്ടും അല്ലേ. സോ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത് എന്തായിരിക്കും, സോ ബീൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആണ്. സോ ബീനെ 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്തായിക്കോട്ടെ, 2 ഡെൽറ്റ വൈ പ്ലസ് 2b എന്ന് പറഞ്ഞാൽ 0, അപ്പം ഡെൽറ്റ എക്സ് -1 വരിക ഇൻറ്റു -1. സോ അതെന്തായിരിക്കും, 2 ഡെൽറ്റ വൈ മൈനസ് ഡെൽറ്റ എക്സ്. സോ അങ്ങനെ നമുക്ക് പി നോട്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഡിസ്റ്റൻസ് പാരാമീറ്റർ നമുക്ക് കിട്ടുന്നു, സ്റ്റാർട്ടിങ് ഡിസ്റ്റൻസ് പാരാമീറ്റർ കിട്ടുന്നത്. അതിൽ നിന്ന് പറഞ്ഞാൽ പി നോട്ട് = 2 ഡെൽറ്റ വൈ മൈനസ് ഡെൽറ്റ എക്സ് ആയിരിക്കും. സോ ഇതതിൻ്റെ ഡെറിവേഷൻ. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഡെറിവേഷൻസ് ഉള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബ്രസൽഹാംസിൻ്റെ ലൈൻ ഡ്രോയിങ് അൽഗോരിതം തന്നെ നോക്കാം. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, അതായത് സ്ലോപ്പ് പോസിറ്റീവ് സ്ലോപ്പാണ്, സ്ലോപ്പ് <1 ആണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് 2 ലൈൻ എൻഡ് പോയിൻറ്റ്സ്, 2 ലൈൻ എൻഡ് പോയിൻറ്റ്സിന് ഇൻപുട്ട് ചെയ്യാം. ആൻഡ് സ്റ്റോർ ദ ലെഫ്റ്റ് എൻഡ് പോയിൻറ്റ് ഇൻ എക്സ് നോട്ട് വൈ നോട്ട്. ഫസ്റ്റ് 2 എൻഡ് പോയിൻറ്റ്സിന് എടുക്കുക, എന്നിട്ടാകുമ്പോൾ ലെഫ്റ്റ് എൻഡ് പോയിൻറ്റിനെ സ്റ്റോർ ചെയ്യാം എക്സ് നോട്ട് വൈ നോട്ട്. ലോഡ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഫ്രെയിം ബഫർ, ദാറ്റ് ഈസ് പ്ലോട്ട് ദ ഫസ്റ്റ് പോയിൻറ്റ്. യെസ്, അതായത് ഫ്രെയിം ബഫറിലേക്ക് ലോഡ് ചെയ്യാം മീൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പോയിൻറ്റിനെ പ്ലോട്ട് ചെയ്യാം. നെക്സ്റ്റ് തേർഡ് വൺ, ഡെൽറ്റ എക്സ് കോൺസ്റ്റൻസ് ആയി ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡെൽറ്റ വൈ കാൽക്കുലേറ്റ് ചെയ്യുക, 2 ഡെൽറ്റ വൈ കാൽക്കുലേറ്റ് ചെയ്യുക, 2 ഡെൽറ്റ വൈ മൈനസ് 2 ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഇതൊക്കെ നമുക്ക് വേണ്ടുന്നതാണ് ഡിസ്റ്റൻസ് പാരാമീറ്റർ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഒബ്റ്റെയിൻ ദ സ്റ്റാർട്ടിംഗ് വാല്യൂ ഫോർ ദ ഡിസ്റ്റൻസ് പാരാമീറ്റർ. ഓക്കെ, ഡിസ്റ്റൻസ് പാരാമീറ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ കാണാം. കാരണം ഡിസ്റ്റൻസ് പാരാമീറ്റർ കണ്ടാൽ മാത്രമേ നമുക്ക് ഏതാണ് ക്ലോസ്. ഡിസ്റ്റൻസ് പാരാമീറ്ററിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് വൈ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നില്ല, അതോ വൈ അതുപോലെ തന്നെ വൈൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ടോ, അതോ വൈൻ്റെ വാല്യൂ നോട്ട് ചേഞ്ച്ഡ് ആണോ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്റ്റൻസ് പാരാമീറ്റർ കണ്ടു ഫസ്റ്റ്, അതായത് സ്റ്റാർട്ടിംഗ് ഡിസ്റ്റൻസ് പാരാമീറ്റർ, ദാറ്റ് ഈസ് പി നോട്ട് = 2 ഡെൽറ്റ വൈ മൈനസ് ഡെൽറ്റ എക്സ് കണ്ടു. അറ്റ് ഈച്ച് എക്സ് കെ, ഓരോ എക്സ് കെയിലും അലോങ് ദ ലൈൻ സ്റ്റാർട്ടിംഗ് അറ്റ് k = 0 പെർഫോം ദ ഫോളോയിങ് സ്റ്റെപ്സ് പെർഫോം ചെയ്യുക. എന്താ സ്റ്റെപ്സ്, ഇഫ് പി കെ എസ്, ഓരോ കെൻ്റെ വാല്യൂ എക്സ് കെ +1 അഗെയിൻ എക്സ് കെ +2, അത് ഓരോ വാല്യൂലും നമ്മൾ എന്ത് ചെയ്യാം, പെർഫോം ചെയ്യാം ഫോളോയിങ് സ്റ്റെപ്സ്. എന്താ സ്റ്റെപ്സ് നോക്കാം. ഇഫ് പി കെ <0, പി കെ എന്ന് പറയുന്നത് <0 നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നെക്സ്റ്റ് പോയിൻറ്റ് ടു പ്ലോട്ട്, അടുത്ത പോയിൻറ്റ് എന്ന് പറയുന്നത് എക്സ് കെ +1, എക്സ് കെ ആയിരിക്കും അല്ലേ. അടുത്ത പിക്സൽ എന്ന് പറയുന്നത് എക്സ് കെ +1, എക്സ് കെ വൈ കെ, എക്സ് കെയിലെ വൈ കെ ആയിരിക്കും. ആൻഡ് പി കെ +1 എന്തായിരിക്കും, പി കെ +1 എന്ന് പറയുന്നത്
ഓക്കെ, പി കെ പ്ലസ് വൺ നമ്മൾ ഓൾറെഡി കണ്ടിന്യൂ എന്താണ് പി കെ പ്ലസ് വൺ പി കെ പ്ലസ് 2 ഡെൽറ്റ വൈ ഇൻറ്റു അതാണ് അല്ലേ. സോ നമ്മൾ പറഞ്ഞു പി കെ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത് നെക്സ്റ്റ് പോയിന്റ് പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ ആയിരിക്കും. അതായത് കെന് ചേഞ്ച് ഒന്നുമില്ല, വൈ കെ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇനി കറസ്പോണ്ടിങ് പി കെ പ്ലസ് വൺ എന്തായിരിക്കും? അതായത് പി കെ പ്ലസ് വൺ എന്ന് പറയുന്നത് അതായത് നമുക്കിനി കാണണ്ട അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് പി കെ പ്ലസ് വണ്ണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോമിൽ നമ്മൾ ഓൾറെഡി പഠിച്ച പി കെ പ്ലസ് വൺ ഈക്വൽ ടു എന്തുണ്ട് പി കെ പ്ലസ് 2 ഡെൽറ്റ വൈ. ഓക്കെ, 2 ഡെൽറ്റ വൈ മൈനസ് 2 ഡെൽറ്റ എക്സ് ഇൻറ്റു വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ എന്നാണ് നമ്മളെ പി കെ പ്ലസ് വൺ ആണെങ്കിൽ ഇക്വേഷൻ അല്ലേ. സോ നമുക്കിവിടെ വൈ കെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതായത് എക്സ് കെ പ്ലസ് വണ്ണിലും അതായത് കോളം എക്സ് കെ പ്ലസ് വണ്ണിലും വൈ കെ പ്ലസ് വണ്ണിൻ്റെ വാല്യൂ വൈ കെ തന്നെയാണെങ്കിൽ എന്താവും ഈ 2 ഡെൽറ്റ എക്സ് ഈ ഒരു ഇത് അതായത് വൈ കെ എന്ന് പറയുന്നത് വൈ കെ പ്ലസ് വൺ വൈ കെ തന്നെയാവും. സോ വൈ കെ മൈനസ് വൈ കെ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആവും. സോ 2 ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0 ആവും. ഓക്കെ, സോ നമുക്ക് എന്തേ കിട്ടുള്ളൂ? പി കെ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി കെ പ്ലസ് 2 ഡെൽറ്റ വൈ ആയിരിക്കും പി കെ പ്ലസ് വൺ. ഓക്കെ, അതർവൈസ് ഇൻ കേസ് നമ്മളെ ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ലൈൻ എവിടെ പ്ലോട്ട് ചെയ്യാം? എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ പ്ലസ് 1 മീൻസ് എക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിന് വൈ ഇൻക്രിമെൻറ്റ് ചെയ്യും. മറ്റേ കേസിൽ എന്താണ്? അതായത് ഡിസിഷൻ പാരാമീറ്റർ നെഗറ്റീവ് ആണെങ്കിൽ വൈ ഇൻക്രിമെൻറ്റ് ചെയ്യില്ല, എക്സ് മാത്രമേ ഇൻക്രിമെൻറ്റ് ചെയ്യൂ. ഓക്കെ, സോ ഇവിടെ എപ്പോഴും രണ്ട് എക്സ് ആയാലും വൈ ആയാലും 1 വെച്ചിട്ടാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ എക്സ് എന്തായാലും ഇൻക്രിമെൻറ്റ് ചെയ്യും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വൈ ഇൻക്രിമെൻറ്റ് ചെയ്യും. സോ അന്നേരം ഇനി നെക്സ്റ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് പി കെ പ്ലസ് 1 കാണാനുള്ള ഫോർമുലയിൽ തന്നിട്ടില്ല. സോ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് നമുക്ക് പി കെ പ്ലസ് 1 കാണാനുള്ള ഫോർമുല എന്ന് പി കെ പ്ലസ് 2 ഡെൽറ്റ വൈ മൈനസ് 2 ഡെൽറ്റ എക്സ് ഇൻറ്റു വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ ആണല്ലേ. ഒരു മിനിറ്റ്, വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ ആണ്. ഓക്കെ, സോ വൈ കെ പ്ലസ് 1 നമുക്കറിയാം വൈ എന്ന് പറയുന്നത് വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ എന്തായിരിക്കും? വൈയും 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. സോ വൈ കെ പ്ലസ് 1 വൈ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും അല്ലേ. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? പി കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു പി കെ പ്ലസ് 2 ഡെൽറ്റ വൈ മൈനസ് 2 ഡെൽറ്റ എക്സ് ആയിട്ട് മാറും. കാരണം വൈ മൈനസ് വൈ കെ പ്ലസ് 1 വൈ കെ മൈനസ് വൈ കെ പ്ലസ് 1 എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. ഓക്കെ, സോ നെക്സ്റ്റ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് അതായത് നമ്മളെ ഡിസിഷൻ പാരാമീറ്റർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദെൻ നമ്മളെ നെക്സ്റ്റ് പോയിൻ്റ് ആണ് എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ പ്ലസ് 1 ആയിരിക്കും. അതുപോലെ തന്നെ പി കെ പ്ലസ് 1 എന്ന് പറയുന്നത് പി കെ പ്ലസ് അതായത് നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് പി കെ പ്ലസ് 2 ഡെൽറ്റ വൈ മൈനസ് 2 ഡെൽറ്റ എക്സ് ആയിരിക്കും. ഓക്കെ, ദെൻ റിപ്പീറ്റ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 ഡെൽറ്റ എക്സ് ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ഡെൽറ്റ എക്സ് ടൈംസ് നമ്മൾ എന്ത് ചെയ്യാം? ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. സോ ഇതാണ് ബ്രസൽഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം. സോ കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.